പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 13 വെള്ളി. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് വിമാനാപകട വാർത്ത പ്രവാസ ലോകവും ഞെട്ടലോടെയാണ് കേട്ടത്. മരണനിരക്കുകളും മറ്റു വിവരങ്ങളും കേൾക്കുന്നതിനിടയിലാണ് ഒമാൻ മലയാളികളുടെ ദുഃഖം ഇരട്ടിയാക്കി മുൻകാല പ്രവാസിയും സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാറിന്റെ അകാല വിയോഗം. ആരോഗ്യ മന്ത്രാലയത്തിൽ 9 വർഷം സ്റ്റാഫ് നഴ്സായിരുന്നു ഇവർ. 1 വർഷം മുമ്പാണ് UK-യിലേക്ക് ജോലി മാറിപ്പോയത്. സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായി നാട്ടിലെത്തി മടങ്ങുന്നതിനിടെയാണ് അപകടം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂടൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇത്തിക്ക എന്നിവരാണ് മക്കൾ. 2 സഹോദരങ്ങൾ മസ്കത്തിൽ ജോലി ചെയ്യുന്നു. അമ്മ നാട്ടിലാണ് ഉള്ളത്. ഒമാനിലെത്തി വർഷത്തിന് ശേഷം നാട്ടിൽ വെച്ച് എഴുതിയ PSC ടെസ്റ്റ് വഴി നഴ്സായി കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ലഭിച്ചിരുന്നു. 3 മാസം ജോലി ചെയ്ത ശേഷം 5 വർഷത്തെ അവധിയെടുത്താണ് ഒമാനിൽ മടങ്ങിയെത്തിയത്. വീണ്ടും ജോലിക്ക് കയറിയത്. തുടർന്ന് UK-യിലേക്ക് ജോലി മാറാൻ തീരുമാനിക്കുകയായിരുന്നു. ധോഫാറിലെ നജദ് പ്രദേശത്ത് ഒമാനിലെ ആദ്യത്തെ സംയോജിത കാർഷിക കേന്ദ്രം വരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം, തരംതിരിക്കൽ, വിപണനം എന്നിവയ്ക്കായുള്ള സംയോജിത കേന്ദ്രത്തിന്റെ നിർമ്മാണം ഒമാൻ കാർഷിക വികസന കമ്പനി ആരംഭിച്ചു. മസ്കത്ത് കൃഷി, മത്സ്യബന്ധനം, ജലവിഭവ മന്ത്രാലയത്തിലെ നജദ് കാർഷിക വികസന ഓഫീസുമായി സഹകരിച്ചാണ് പദ്ധതി വികസിപ്പിക്കുന്നത്. ഈദ് അവധിക്കാലത്ത് നിസ്വ വിലായത്തിൽ മുവാസലാത്ത് ബസ്സിൽ യാത്ര ചെയ്തത് 2200-ലധികം യാത്രക്കാർ. ജൂൺ 5 മുതൽ 8 വരെയുള്ള ദിനങ്ങളിലാണ് ഇത്രയും ആളുകൾ ബസ്സിനെ ആശ്രയിച്ചത്. പൊതുഗതാഗത സംവിധാനം തിരക്ക് കുറയ്ക്കുന്നതിലും തിരക്കേറിയ സമയങ്ങളിൽ സൗകര്യപ്രദമായ യാത്രാ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിലും വർദ്ധിച്ചുവരുന്ന പൊതുജന അവബോധത്തെയാണ് ഈ വർധനവ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിൽ കടക്കാനും മദ്യം കടത്താനും ശ്രമിച്ച 3 വിദേശികൾ അറസ്റ്റിലായി. ഇറാനിയൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കടത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ROP അറിയിച്ചു. കഴിഞ്ഞ ദിവസം സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഖരീഫ് കാല പ്രത്യേക സർവീസുകൾ ആരംഭിച്ച് സൗദി ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസ്. സലാല വിമാനത്താവളത്തെ സൗദിയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലൈനാസിന്റെ നേരിട്ടുള്ള അന്താരാഷ്ട്ര റൂട്ടുകൾ ആരംഭിച്ചതായി ഒമാൻ എയർപോർട്ട്സ് വ്യക്തമാക്കി. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് സലാലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഫ്ലൈനാസ് ആരംഭിച്ചത്. ഒമാൻ എയർപോർട്ട്സുമായും ട്രാൻസ്മോമുമായും സഹകരിച്ചാണ് സർവീസ് നടപ്പാക്കുന്നത്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സലാലയിലേക്ക് ആകെ ആഴ്ചയിൽ 16 വിമാന സർവീസുകളാണ് ഉണ്ടാകുക. വേനൽ അവധി ആരംഭിച്ചതോടെ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ തിരക്കേറുന്നു. ഒമാനിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ആവശ്യപ്പെട്ടു. ട്രാവൽ ഏജന്റുമാർ യാത്രക്കാർക്കും ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. യാത്രക്കാർ 3 മണിക്കൂർ മുമ്പെങ്കിലും ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് ആവശ്യപ്പെട്ടു. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കും. വിസ റദ്ദാക്കുന്ന യാത്രക്കാർ ആണെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ബോർഡിംഗ് ഗേറ്റിൽ 30 മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കും. ബാഗേജ് നിയമങ്ങളും പാലിക്കണം. അനുവദിച്ചതിൽ കൂടുതൽ ബാഗേജ് പാടില്ല. ഹാൻഡ് ബാഗിലും മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വിമാന കമ്പനികൾ ആവശ്യപ്പെടുന്നു. വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്കുണ്ടാകും. പരിശോധനകളും സുരക്ഷാ നടപടിക്രമങ്ങളും കാരണം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വർദ്ധിച്ച കാത്തിരിപ്പ് സമയം പ്രതീക്ഷിക്കുന്നു. പലരും നാട്ടിലേക്ക് പോകാനും ആഘോഷം വിദേശത്താക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഖരീഫ് കാലത്തെ വരവേൽക്കാനൊരുങ്ങുന്ന ധോഫാർ ഗവർണറേറ്റിൽ കൂടുതൽ ടൂറിസം പദ്ധതികൾ നാടിന് സമർപ്പിച്ച്
ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ദോഫാർ പ്രൈവറ്റ് മ്യൂസിയം മിർപാത്തിലെ 84 മുറികളുള്ള 3 സ്റ്റാർ ഹോട്ടൽ, സലാലയിലെ 216 മുറികളുള്ള ആഡംബര സർവീസ് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉദ്ഘാടനം ചെയ്തത്. തെക്കൻ ഗവർണറേറ്റിലെ നഖലിൽ ഏറ്റവും നീളമേറിയ ടൂറിസ്റ്റ് പാത ആരംഭിക്കാൻ പദ്ധതി. ചരിത്രപ്രസിദ്ധമായ നഖൽ കോട്ടയെയും ഐൻ അൽ തവാര പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന പാത ഫലജുകൾ, നീരുറവകൾ, വാദികൾ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത്. നഖലിലെയും കാർഷിക ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വിലായത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാകും. ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും മനോഹരവും പ്രകൃതിദത്തവുമായ ആകർഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വിലായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിക്കുക കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്ന് നഖൽ വാലി ഷെയ്ഖ് ഖലീഫ സാലിഹ് അൽ ബുസൈദി പറഞ്ഞു. ഒന്നിലധികം ഘട്ടങ്ങളിലായാണ് നടപ്പാത പൂർത്തിയാക്കുക. ആദ്യഘട്ടത്തിൽ 1 കിലോമീറ്റർ ആകും നടപ്പാത ഒരുങ്ങുക. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പൗരനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.